പിന്നെ എത്ര ചെറിയ കുട്ടിക്കും എത്ര വയസ്സായിട്ടുള്ള ആൾക്കും ഏത് വീട്ടമ്മയ്ക്കും അക്വാപോണിക്സ് വീട്ടിൽ ചെയ്യാട്ടാ. പ്ലംബിങ്ങും വേണ്ട, ഒറ്റ പരിപാടിയും വേണ്ട. പരിപാടി വളരെ സിമ്പിൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ നമ്മുടെ ഒരു ഹോം മെയ്ഡ് ഫിൽറ്റർ ഉണ്ടാക്കിയോ നമ്മുടെ മീനിന്റെ വെള്ളം ഒന്ന് പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് എന്തിനാ ഉണ്ടാക്കിയെന്നു, അത് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് വല്ല ഗുണങ്ങൾ ഉണ്ടായെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് മീനുകൾ ഇന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ കാർപ്പൊക്കെ ബ്രീഡായിട്ട് കുട്ടികൾ കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഗോൾഡിന്റെ കുട്ടികൾ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെയൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതിലാണ് നമ്മൾ ഇന്നലെ ഇട്ടത്. 20 മിനിറ്റ് കൊണ്ട് ക്ലീൻ ആയതാണ് കാണുന്നത്. ഇന്നത്തേക്ക് കുറച്ചും കൂടി ഡള്ളായിട്ടുണ്ട്, എന്നാലും ക്ലീൻ ആയിട്ടുണ്ട്. ഈ കിടക്കണയിൽ ഒരു 5 വെച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിട്ടുള്ള കുട്ടികളാട്ടാ. ഇതൊക്കെ നമ്മൾ പേരൻസ് സ്റ്റോക്കിൽ തൊട്ടാണ് ഒറാണ്ടയിൽ വിടുന്നതാണിത്. ഇതിൻ്റെയൊക്കെ ഫേസൊക്കെ കണ്ടു, നല്ലോണം ജെല്ലിയുള്ള ഫേസാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഇവരെ നേരിട്ട് കാണാൻ. ബ്രീഡ് ചെയ്യിക്കുന്നതിനും 1 വീക്ക് മുമ്പ് മാത്രമാണ് നമ്മൾ ഇതിന്ന് ഓരോ ബ്രീഡിനും പ്യൂറായിട്ട് എടുത്ത് സോർട്ട് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഈ ടാങ്കിലത്തെ വെള്ളവും നമ്മൾ ഇന്നലെ ഒരു 20 മിനിറ്റ് കൊണ്ട് ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിലൊക്കെ അത് തന്നെ നമുക്ക് നല്ലോണം കാണാൻ പറ്റും നമ്മുടെ ഫിഷിനെ. ഇതിലത്തെ മീനുകളൊക്കെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള പാരൻറ്റ് സ്റ്റോക്കാണ്. നമ്മുടെ അത്യാവശ്യം നല്ല സൈസ് വരുന്ന ഹെവി സാധനങ്ങളാണ് കേട്ടോ. ഇതിൽ നമ്മുടെ ചെറുതായിട്ട് നമ്മളൊരു വെറൈറ്റിക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒറാണ്ടയിൽ ജെയിൻറ്റിന് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് വെറൈറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടത്തിന് വീട്ടിലും അതുപോലെ നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ ചെറിയ പോണ്ടിലൊക്കെ വളർത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ കയ്യിലത്തെ കുട്ടികളാണ് കേട്ടോ. ഇവരൊക്കെ ഒരുവിധം വലുതായി. നമുക്കൊരു 5 സ്റ്റേജിലുള്ള കുട്ടികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലത്തെ ഒരു പാരൻറ്റ് സ്റ്റോക്കിൻ്റെ ഒരു ഗ്യാങ് അങ്ങനെ തന്നെ മോട്ടർ ഓഫായിട്ട് അടിച്ചു പോയിരുന്നു കേട്ടോ. ചത്തുപോയിട്ടായിരുന്നു. അതുകൊണ്ടാണ്. നല്ലുള്ളതെല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അതേ ഇരിക്കണം നമ്മുടെ കഥയിലെ നായകൻ, നമ്മൾ നല്ല ഉണ്ടാക്കി വെച്ച ഫിൽറ്റർ. അപ്പോൾ കണ്ടില്ലേ ചെളി, നല്ലോണം ചെളി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെയാണ് ഇതിനെ നമ്മുടെ അക്വാപോണിക്സ് രീതിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമുക്ക് കാണാം. നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള പാത്രം എടുത്തു. എന്നിട്ട് ഓരോരോ സ്പോഞ്ച്, അതായത് വൂൾസായിട്ട് നമ്മൾ ലെയറായിട്ട് എടുത്തിട്ട് നമ്മൾ ആദ്യം ഈ ട്രയലിലേക്ക് വയ്ക്കണം. അതിൽ നിന്ന് എടുക്കണം തിരിച്ച്. ഓക്കെ, അങ്ങനെ എല്ലാതും എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇതാ ഇങ്ങനെയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രയം കൊണ്ട് നേരെ പോയിട്ട് അതിലേക്ക് ഒരു 2 ചെറിയ പാത്രത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമ്മൾ നേരെ അതിനെ നല്ലോണം കഴുകി എടുക്കുമ്പോൾ അതിലത്തെ ചെളി മുഴുവൻ ആ കുറച്ച് വെള്ളത്തിലേക്ക് ഡൈല്യൂട്ടായി മാറും. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ പ്രോസസ്സ്. മനസ്സിലായില്ലേ? കുറേ ഈ ടാങ്കിലത്തെ എല്ലാത്തിലും മുഴുവൻ വെള്ളം വാട്ടുന്നതിന് പകരം ഇത്രയും വെള്ളം കൊണ്ട് നമുക്ക് അതിലത്തെ എല്ലാ ചെളിയും കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. നമ്മുടെ വാഷിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് മതിയിട്ട് ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട്. ഇത് കൊണ്ടിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുണ്ടോ പച്ചക്കറികൾ എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കും അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട്. അപ്പൊ ഇത്രയുള്ള പരിപാടി. ഇനി നമ്മൾ ഈ സ്പോഞ്ചൊക്കെ വീണ്ടും എടുത്ത് വെക്കും. അടുത്തടുത്ത ടാങ്കുകൾ നമ്മൾ വൃത്തിയാക്കും കേട്ടോ. അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ ചെയ്യാൻ ഉള്ളവരൊന്നും മറക്കരുത് കേട്ടോ.